മുൻ കേന്ദ്രമന്ത്രി ദിനേശ് ത്രിവേദി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് നിയമനം എന്നത് ശ്രദ്ധേയമാണ്. ദിനേശ് ത്രിവേദി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നത് 2021-ലാണ്. YS അഭിനന്ദ് നൽകും വിശദാംശങ്ങൾ. അഭിനന്ദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാർ നിർണായക നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് 2021-ലാണ് ദിനേശ് ത്രിവേദി BJP-യിൽ ചേരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു കേന്ദ്ര മന്ത്രി കൂടിയായിരുന്നു ദിനേശ് ത്രിവേദി ഇപ്പോൾ ഹൈക്കമ്മീഷണറായി നിയമിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല. ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നും ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നത് മമതാ ബാനർജിയാണെന്നും SIR ഇത് ചൂണ്ടിക്കാട്ടി ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്ത സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP-യുടെ ഭാഗമായ ഒരു കേന്ദ്രമന്ത്രിയെ അവിടെ നിയമിക്കുന്നതിനകത്ത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയിട്ടുമുണ്ട്. ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിനും താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം ഊഷ്മളമാക്കുന്നതിനുമാണ് ഇത്തരത്തിലേക്കുള്ള നിയമനം എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് തൃണമൂലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നയതന്ത്രജ്ഞനല്ലാത്ത ഒരാളെ ഇങ്ങനെ ഹൈക്കമ്മീഷണർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയൊരു നിയമനം, അത് ശ്രദ്ധേയമാണ്. YS അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.